നമുക്കിന്നൊരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം ഇച്ചിരി കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാവാൻ വയ്ക്കുക. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കുക. അപ്പോഴേക്കും ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഉള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എത്ര ചിക്കനാണോ എടുത്തിട്ടുള്ളത് അതിന് അനുസരിച്ചിട്ട് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല വാടി വരുന്ന വരെ ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി മസാലയിൽ ഉപ്പ് ചേർത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിൽ ചേർത്തിട്ടുള്ളൂ. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇത്ര പോരാ, നല്ലൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് ഇതുപോലെ ആയിട്ട് വരണം. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. മസാലയുടെ ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ആവശ്യാനുസരണം എടുക്കുക. വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഇനി തക്കാളി ഒന്ന് വാടി വരുന്നവരെ നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. തുറക്കുമ്പോഴേക്കും എണ്ണയൊക്കെ പൊന്തി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കുറച്ച് അരടി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചിക്കൻ ഫുൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് വേവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കാം കുറച്ച് നേരം. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തതല്ല, അടച്ചു വെച്ചപ്പോൾ ആ ചിക്കനിന് വന്നിട്ടുള്ള വെള്ളമാണ്. ആ വെള്ളം തന്നെ ഇതിന് മതിയാവും. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മളതൊന്ന് അടച്ചു വെക്കണം. കുറച്ച് വെന്ത് വരുമ്പോൾ അതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് മതി. അപ്പം നമ്മുടെ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക.